തമിഴ് സൂപ്പർ താരമായ വിജയ് വരുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നു വരുന്നിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകം അതായത് ടി.വി.കെ നിഷേധിക്കുകയായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വിജയും പാർട്ടിയും ഒരുങ്ങുന്നു എന്നതായിരുന്നു മറുപടി. ഒരു വർഷം മാത്രമാണ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉള്ളത്. എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് DMK ഉള്ളത്. BJP-യുമായി അണ്ണാ DMK സഖ്യമുണ്ടാക്കുമോ എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് ഒറ്റയാൾ പട്ടാളമായി വിജയുടെ ടി.വി.കെ വരുന്നത്. സ്റ്റാലിൻ എന്ന അതികായനോടും DMK എന്ന സുശക്തമായ സംഘടനാ ശരീരത്തോടും ഏറ്റുമുട്ടുമ്പോൾ അതുമാത്രം പോരാ, തന്ത്രങ്ങൾ മെനയുള്ള തലച്ചോർ കൂടി ആവശ്യമാണ്. അത് മറ്റാരേക്കാളും നന്നായി അറിയാവുന്ന ആൾ തന്നെയാണ് വിജയ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അയാൾ ഒരു സുപ്രഭാതത്തിൽ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നതല്ല എന്നും വർഷങ്ങളായുള്ള തയ്യാറെടുപ്പിന് ശേഷമാണ് വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയായി ടി.വി.കെ പ്രഖ്യാപിച്ചതെന്നതും ഇതിന് ഉദാഹരണമാണ്. 15 മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെട്രിക്കൊടി പാറിക്കാൻ തന്നെയാണ് വിജയ് ലക്ഷ്യം വെക്കുന്നത്. അവിടെയാണ് വിജയുടെയും പ്രശാന്ത് കിഷോർ എന്ന ഹൈപെയ്ഡ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിന്റെയും കൂടിക്കാഴ്ച എതിരാളികളുടെ ചങ്കെടുപ്പ് കൂട്ടിയത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും തമിഴ്നാടിന്റെ ഭരണം പിടിച്ചെടുക്കുകയുമാണ് ടി.വി.കെയുടെ ലക്ഷ്യം. വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് നേതാക്കളും അണികളും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഏത് മണ്ഡലത്തിലാണ് വിജയ് മത്സരിക്കുക എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു. ഒന്നിലധികം മണ്ഡലങ്ങളിൽ ഗ്രൗണ്ട് സർവേ പാർട്ടി നടത്തുന്നുവെന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. തെരഞ്ഞെടുപ്പിന്റെ രൂപരേഖ വരുന്ന 28-ന് ചേരുന്ന പാർട്ടി യോഗത്തിൽ പ്രഖ്യാപിച്ചേക്കും. അടുത്ത ചോദ്യം എന്തുകൊണ്ട് രാമനാഥപുരം എന്നതാണ്. തീരദേശ മേഖലയായ രാമനാഥപുരം മണ്ഡലത്തിൽ വിജയ് മത്സരിക്കാനാണ് സാധ്യത എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ വാർത്ത നൽകി. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെ. എങ്കിലും രാമനാഥപുരം മണ്ഡലത്തിൽ മത്സരിച്ചാൽ മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നതാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ഇവിടെയുള്ള തീരദേശവാസികളുടെ നീർന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനാണ് ടി.വി.കെയുടെ തീരുമാനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി രാമനാഥപുരത്ത് നിന്ന് മത്സരിക്കുമെന്ന് വാർത്തകൾ വന്നിരുന്നു. പക്ഷേ UP-യിലെ വാരണാസിയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. അതിർത്തി ലംഘിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ശ്രീലങ്കൻ നാവികസേന പിടികൂടുന്ന തമിഴ് മത്സ്യത്തൊഴിലാളികൾ രാമനാഥപുരത്തുള്ളവരാണ്. ഇവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മേഖലയിൽ പ്രതിഷേധം സജീവമാണ്. വിഷയത്തിൽ അടുത്തിടെ വിജയ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. DMK-യും BJP-യും കുറ്റപ്പെടുത്തിയായിരുന്നു വിജയുടെ പ്രതികരണം. കേന്ദ്രവും സംസ്ഥാനവും വേണ്ടത്ര താല്പര്യം വിഷയത്തിൽ എടുക്കുന്നില്ല എന്നും വിജയ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നാഗപട്ടണത്ത് നടന്ന പ്രതിഷേധ പരിപാടിയിൽ വിജയ് നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. രാമനാഥപുരത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിസന്ധിയാണ് വിജയ് ഈ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണമെന്ന് ടി.വി.കെ നേതാക്കൾ പറയുന്നു. രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിജയ് നടത്തുന്ന ഓരോ നീക്കങ്ങളും. വർഷങ്ങളായി തന്റെ ആരാധക കൂട്ടായ്മയിലൂടെ സന്നദ്ധ സേവനം നടത്തിവരികയായിരുന്നു വിജയ്. 2021 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വിജയ് ആരാധകർ വലിയ നേട്ടം കൊയ്തിരുന്നു. പിന്നീടാണ് ടി.വി.കെ പ്രഖ്യാപനമുണ്ടായത്. അടുത്തിടെ കാഞ്ചീപുരത്ത് പാർട്ടിയുടെ ആദ്യ വാർഷിക യോഗത്തിലാണ് വിജയ് എത്തിയപ്പോൾ കൂടെ പ്രശാന്ത് കിഷോറും ഉണ്ടായിരുന്നു. വിജയുടെ വരവ് BJP-യെ സഹായിക്കാനാണ് എന്നതാണ് DMK-യുടെ പ്രധാന വിമർശനം. BJP-യും വിജയുടെ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ പ്രശാന്ത് കിഷോറിനെ അങ്ങ് തള്ളിക്കളയാൻ സാധിക്കുകയില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ്. വിജയെ സംബന്ധിച്ച് അഥവാ തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അവിടെ സെലിബ്രിറ്റി രാഷ്ട്രീയമെല്ലാം തന്നെ വലിയ തോതിൽ വില പോകും. മാത്രമല്ല വിജയെ സംബന്ധിച്ച് വലിയ ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മികച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അധികാരത്തിലെത്താനോ ഭരണം പിടിക്കാനായോ പ്രശാന്ത് കിഷോറിന്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ DMK-ക്കും BJP-ക്കും വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ച് 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് പ്രശാന്ത് കിഷോർ എന്നത് ശ്രദ്ധേയമാണ്. അതേ അടവ് നയങ്ങൾ തന്നെ പ്രശാന്ത് കിഷോർ ഒരുപക്ഷെ തമിഴ്നാട്ടിൽ എടുത്തു കഴിഞ്ഞാൽ അത് വിജയുടെ വലിയ വിജയത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയും ഏറെയാണ്.